തെറ്റുകൾ ആരുടെ വീട്ടിലുണ്ടോ ആ വീട്ടുകാർക്ക് ആയുസ് കുറവാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. രണ്ട് പാപം, രണ്ട് തെറ്റുകൾ ആരുടെ വീട്ടിലുണ്ടോ ആ വീട്ടുകാർക്ക് ആയുസ് കുറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. രണ്ട് തെറ്റുകൾ ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഉണ്ടെങ്കിൽ തിരുത്തുമോ മനുഷ്യന്മാരെ? തിരുത്തുവോ? തിരുത്തിയില്ലെങ്കിൽ 60ാമത്തെ വയസ്സിൽ പോകണ്ട, നീ 30-ലേ പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. രണ്ട് പാപങ്ങൾ ആരുടെ വീട്ടിലുണ്ടോ ആ വീട്ടുകാരന്റെ ആയുസ് കുറവാ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് തിരുത്തൂലേ? തിരുത്താമെന്ന് നീയത്ത് ചെയ്യുന്നവർ കൈപൊക്കിക്കുക. എല്ലാവരുടെയും വീട്ടിലുള്ള രണ്ട് തെറ്റാ. ആരും വിചാരിക്കേണ്ട മലക്കുകളാണ്. വേണമെങ്കിൽ പൊക്കിയാൽ മതി. കാരണം എന്തേ? നഷ്ടം നിനക്കാ, വേറൊന്നില്ല. നഷ്ടം നിനക്കാ. കാരണം എന്തേ? ഹദീസിൽ കാണാം വീട്ടുകാരൻ ആയുസ് കുറയുമെന്ന്. ഹദീസ് എങ്ങനെ? രണ്ട് പാപങ്ങൾ ആരുടെ വീട്ടിലുണ്ടോ ആ വീട്ടുകാരൻ ആയുസ് കുറയും. നിന്റെ പെണ്ണുപിള്ളയ്ക്ക് നഷ്ടമൊന്നുമില്ല, നിനക്കാ നഷ്ടമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അല്ലാഹു കാക്കുമാറാകട്ടെ. ഈ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. എല്ലാവരും സ്വാർത്ഥരാകുന്ന ഒരു സമയം എപ്പോഴാണെന്നറിയാം? മരിച്ചു വീട്ടിൽ പോയിട്ടില്ലേ? എല്ലാവരും മരിച്ചു വീട്ടിൽ പോയിട്ടില്ലേ? നിങ്ങളെന്താ പെണ്ണുപിള്ളയുടെ അടുത്ത് പിണങ്ങിയിരിക്കണം പോയിട്ടില്ലേ? പോയിട്ടുണ്ട്. പോകുമ്പോ ഇനി ഒരു കാര്യം നോക്കണം. മരിച്ച വീട്ടിൽ പോകുമ്പോൾ നമ്മുടെ ഈ അഹങ്കാരവും വാശിയും എല്ലാം മാറാൻ നന്നാകാൻ ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. ഇനി മുതൽ മരിച്ച വീട്ടിൽ പോകുമ്പോൾ ഒറ്റ ഒരു കാര്യം നോക്കിയാൽ മതി. ഈ വയത് പറയണ ഞാനിപ്പോ ഇവിടെ വെച്ചങ്ങ് മരിച്ചെന്ന് സങ്കല്പിക്കുക. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരമനുഷ്യന്മാർ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം എന്താ? ഇപ്പൊ ഞാൻ ഇവിടെ വെച്ചങ്ങ് വീണ് മരിച്ചു പോയാൽ എനിക്ക് സ്വർഗം കിട്ടുമല്ലോ. ഇതിൽ കൂടുതൽ എന്താ വേണ്ട? എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം സ്വർഗം. ഇപ്പൊ ഇവിടെ വീണ് പോയാൽ സ്വർഗം കിട്ടും. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ മരിച്ചുപോയി, ആരെങ്കിലും എന്റെ മയ്യത്തൊന്ന് തിരുവനന്തപുരം വരെ എത്തിക്കും. അപ്പൊ ഈ സംഘാടകർ ഉസ്താദന്മാരൊക്കെ വിചാരിക്കും നമ്മുടെ സദസ്സിൽ വെച്ച് വീണ് മരിച്ചു പോയതാലോ ഒന്ന് കാണാൻ പോകാൻ. അങ്ങനെ ഒരു ആംബുലൻസിനകത്ത് എന്റെ വീട്ടിൽ കൊണ്ടുപോയി, എന്റെ നാട്ടിൽ കൊണ്ടുപോയി എന്റെ മയ്യത്ത് ഇങ്ങനെ വീടിനകത്ത് വെള്ള തുണിയിൽ പുതച്ച് കിടത്താം. അപ്പൊ എന്റെ ഉമ്മ അവിടെ നിന്ന് കരയും, സഹോദരങ്ങൾ കരയും, എല്ലാവരും കരയുന്നുണ്ട്. മയ്യത്ത് കാണുമ്പോൾ കരയും. എന്റെ ഭാര്യ സുമയ്യ, അള്ളാഹു അവിടെ എന്റെ മയ്യത്ത് കാണുമ്പോൾ ഇരുന്ന് കരയും. എന്ത് പറഞ്ഞിട്ടാ കരയണമെന്നറിയും? ഞാൻ എന്റെ ഭാര്യയെ പറയാം, നിങ്ങൾ നിങ്ങളുടെ ഭാര്യ കരുതുക. ഞാൻ നിങ്ങളെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു, എന്റെ മയ്യത്ത് വീടിനകത്ത് ഇട്ടിരിക്കുന്നു, നിങ്ങളുടെ മയ്യത്തും വീടിനകത്ത് വെച്ചിരിക്കുക. ആ സമയത്ത് നിങ്ങളുടെ ഭാര്യ കരയും. വെറുതെ അല്ല കരയണേ. ആ കരയണ സമയത്ത് ഒരു വാക്കുകൂടെ പറയും. എന്തേ പറയണേ? അറിയോ മനുഷ്യന്മാരെ? ഇല്ല. എന്തേ പറയണമെന്നറിയോ? നമ്മുടെ ഭാര്യ, എന്റെ ഭാര്യ, അവളെ നെഞ്ചത്തടിച്ച് പൊട്ടിക്കരഞ്ഞിട്ട് പറയും, അല്ലാഹുവേ, ഇനി എനിക്കും എന്റെ മക്കൾക്കും ആരാ അല്ലാഹ് ഉള്ളത്? ഇനി എനിക്കും എന്റെ മക്കൾക്കും തിന്നാൻ തരാൻ ആരാ അല്ലാഹ് ഉള്ളത്? അവളുടെ കരച്ചിൽ അതിനു വേണ്ടി. എന്ന് ചിന്തിക്ക്. അവക്കാരൊക്കെ ഉണ്ട്. അവളുടെ വാപ്പയുണ്ട്, ഉമ്മയുണ്ട്, കൂടപ്പുറപ്പുണ്ട്, ബന്ധുക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. സത്യത്തിൽ അവള് പറയേണ്ടത് ആരാ? എന്റെ ഇക്കക്ക് ഇനി ആരാ അല്ലാഹ് ഉള്ളത്? എന്നെ കബറിലാ കൊണ്ടുവെക്കണേ. അവിടെ ആരും വരൂല. എന്റെ വാപ്പ, എന്റെ ഉമ്മ, എന്റെ കൂടെ കടന്നവൾ ആരും വരൂല. ഞാൻ ഒറ്റയ്ക്ക് അങ്ങോട്ട് പോകാം. സത്യത്തിൽ അവള് പറയേണ്ടത് എന്റെ ഇക്കാക്ക് ഇനി ആരുണ്ട് പടച്ചവനെ എന്ന് നെഞ്ചത്തടിച്ച് കരയുന്നതിന് പകരം അവള് പറയുന്നത് എനിക്ക് എന്റെ മക്കൾക്കും തിന്നാൻ തരാൻ ആരുണ്ട് പടച്ചവനെ? അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ ഭാര്യ തന്നെ പറയുള്ളൂ, വേറെ ആരും മാറ്റി പറയൂല. പറയൂ. ഈ ഒരു ചിന്ത മതി നന്നാകാൻ. അള്ളാഹു ഭാഗ്യം നൽകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, രണ്ട് തെറ്റുകൾ ആരുടെ ഭവനത്തിലുണ്ടോ? എന്റെ പ്രിയമുള്ളവരെ, ഒന്നാമത്തെ തെറ്റേതെന്നറിയുമോ? ജീവിതത്തിലുണ്ടെങ്കിൽ തിരുത്തണേ ചെറുപ്പക്കാരാ, പെങ്ങളെ, ജീവിതത്തിലുണ്ടെങ്കിൽ തിരുത്തണേ പൊന്നുമോളെ. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ആയുസ് കുറയുന്ന ഒന്നാമത്തെ തെറ്റേതെന്നറിയുമോ? ഹറാമായ സമ്പത്ത് ഏത് വീട്ടിലുണ്ടോ ആ വീട്ടുകാരന് അത് തിന്നാനുള്ള യോഗമുണ്ടാകില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ഹറാമായ സമ്പത്തുണ്ടല്ലോ, ഏത് വീട്ടിലാണോ മോട്ടിച്ചതും പിടിച്ചു പറിച്ചതും പലിശ കച്ചവടം നടത്തിയതും ലോട്ടറിയുടെ തട്ട് വാരിക്കൂട്ടുന്ന സമ്പത്തുണ്ടല്ലോ, മോനെ, സുഖിക്കാനുള്ള യോഗം നിനക്കില്ല. എന്റെ പ്രിയമുള്ളവരെ, തിരുത്തട്. ഇന്ന് എല്ലാവർക്കും പണമതിയല്ലോ. ഏത് വഴിയിലൂടെയും അത് സമ്പാദിക്കാൻ നെട്ടോട്ടമോടുകയാ. എന്റെ പ്രിയമുള്ള പെങ്ങളെ, ഒരു പെണ്ണ് സ്വർഗത്തിലാണ്. ഏത് പെണ്ണെന്നറിയുമോ? രാവിലെ ജോലിക്കിറങ്ങി പോകുന്ന ഭർത്താവുണ്ടല്ലോ, രാവിലെ കുടുംബത്തെ പോറ്റാ ഭാര്യക്കും മക്കൾക്കും വല്ലതും തിന്നാൻ കൊടുക്കാറ് പടച്ചവരെ, രാവിലെ ജോലിക്ക് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് വൈകുന്നേര സമയത്ത് ഇന്ന് ജോലിയൊന്നും കിട്ടിയില്ല, ഈ വീട്ടിലേക്ക് വരല്ലേ എന്ന് രാവിലെ ഇറങ്ങി പോകുന്ന ഭർത്താവിനെ ഓർമ്മപ്പെടുത്തുന്ന പെണ്ണ്, അവൾ സ്വർഗത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ ഒരു പെണ്ണും അങ്ങനെ പറയാറില്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, പണത്തിനോടുള്ള ആർത്തികള ചെറുപ്പക്കാരാ, കൊട്ടേഷൻ പണി നടത്തുന്നവരുണ്ടല്ലോ, പണത്തിന് പിടിച്ചു പറിക്കാൻ പോകുന്നവരുണ്ടല്ലോ, മോഷണം നടത്താൻ പോകുന്നവരുണ്ടല്ലോ. പൊന്നുമോനെ, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട അല്ലാഹുവിന്റെ റസൂലിന്റെ ചരിത്രം അറിയുമല്ലോ. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോ കാലിന്റെ അടിയിലുള്ള ഒരു പിടി മണ്ണ് പോലും അല്ലാഹുവിന്റെ റസൂലിന് സ്വന്തമായിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ ചവിട്ടിയിരുന്ന ആ കാലിന്റെ അടിയിലുള്ള ഒരു
ഒരു പിടി മണ്ണ് പോലും അല്ലാഹുവിന്റെ റസൂലിന് സ്വന്തമായിട്ടില്ലായിരുന്നു ചെറുപ്പക്കാരോ. അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ പോയ സഹാബത്തുണ്ടല്ലോ, തന്റെ ആയുഷ്കാലം മുഴുവനും അധ്വാനിച്ചുണ്ടാകിയ സർവ്വ സമ്പത്തുകളും പടച്ചവനെ വലിച്ചെറിഞ്ഞിട്ടാ പോയത്.